ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗിൻ്റെ സാൻഡ്വിച്ചും അതേപോലെ തന്നെ മിൽക്ക് കൊണ്ടുള്ള ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാതെ ഞാൻ 2 ഗ്ലാസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കഫം കെട്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മിൽക്കിന് 1 ഗ്ലാസ് വാട്ടർ എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വാട്ടറൊന്നും ചേർത്തിട്ടില്ല, 2 ഗ്ലാസ് മിൽക്ക് തന്നെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അറിയാലേ നല്ല ഗുണങ്ങളുള്ളതാണ്, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇതൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക്സും കൂടി നമുക്ക് പറയാം കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 5 ഗ്രാമ്പുമാണ്. 5 ഗ്രാമ്പും പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 3 ഏലക്കായ തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരുവാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 3 ചെറിയ പീസ് നമ്മുടെ സിനമനാണ്, പട്ട, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണോളം കൽക്കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ കയ്യിൽ ക്രിസ്റ്റൽ ഷേപ്പാണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ ആ വലിയ ഒരു നമ്മുടെ സ്റ്റോണിൻ്റെ പോലത്തെ കൽക്കണ്ട ഉണ്ടാവില്ലേ, അതാട്ടോ നല്ലത്. അപ്പോൾ അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു നേരിയ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്നങ്ങ് തിളച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഓഫ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനത് തിളപ്പിച്ചെടുക്കാറ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാറില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഞാനതങ്ങ് ഓഫ് ചെയ്തിട്ട് പിള്ളേർക്കൊരു ചെറിയ ചൂടോടെ തന്നെ കേട്ടോ കൊടുക്കാറ്. അത് നല്ലത്, ഒരു ചെറിയ ചൂടോടെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഏത് ഡ്രിങ്ക്സ് ആയാലും നമ്മൾ ചൂടോടുള്ള ഡ്രിങ്ക്സ് അത് ഏതായാലും ഒരു ചെറിയൊരു നേരിയൊരു ചൂടോടെ കൊടുക്കുന്നത് പിള്ളേർക്കായാലും നമുക്കായാലും ഒക്കെ നല്ലത് തന്നെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നങ്ങ് തിളച്ച് വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ പിന്നെ അത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ്സിനുണ്ട്. പിന്നെ ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട് സാൻഡ്വിച്ചിന്. അത് ഞാനൊരു സ്ലൈസർ എടുത്തിട്ട് അതിൽ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്ന ഭാഗമല്ല, ഇങ്ങനെ ചീവിയിട്ടെടുക്കുന്ന അവിടെ വെച്ച് അങ്ങ് ചീവി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഗ്ഗ് യോക്ക് ഞാൻ വേറെ ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാറാട്ടോ. അപ്പോൾ ഞാൻ 3 എഗ്ഗും നന്നായിട്ട് ഇതെടുത്തിട്ടുണ്ട്. അതിൻ്റെ യോക്ക് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഫോർക്ക് വെച്ചൊന്നങ്ങ് ഉടച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി മയോ കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ സാധാ മയോണൈസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി, പിന്നെ എരിവൊക്കെ കഴിക്കുന്ന പിള്ളേരെന്ന് വെച്ചാൽ നമ്മൾക്കാണെന്നുണ്ടെങ്കിലും പിന്നെ അതിലോട്ട് വേണമെങ്കിൽ വല്ല പെപ്പർ പൗഡറോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പിള്ളേർക്കായതുകൊണ്ട് ഇത് മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിന് നേരിയൊരു എരിവുണ്ടാവും. അത് ഇവിടെ പിള്ളേർക്ക് മതി. അപ്പം ഞാൻ പിന്നെ വേറെ ടൊമാറ്റോ കെച്ചപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല, ഇത് ചില്ലി മയോ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിത് ഇപ്പോൾ ഈ ഫില്ലിങ് എനിക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡിന് ഉണ്ടായി കേട്ടോ. അത് 2 പേർക്ക് ധാരാളമാണ്. ശരിക്കത് ഒരു 4 പീസ് ഉണ്ടാവും, 4 പേർക്ക് കഴിക്കാം. പക്ഷെ എന്നാലും ഒരു വയറ് നിറയെ കഴിക്കണമെന്നുണ്ടെങ്കിൽ 2 പേർക്ക് ധാരാളം കേട്ടോ. അപ്പോൾ അത് 4 പീസാണ് ഉണ്ടാവുക. ഞാനത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാനൊരു മേലത്തെ ബ്രെഡ് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് ബ്രെഡിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്. പിന്നെ അത് മാറ്റിയിട്ട് മേലത്തെ ബ്രെഡും കൂടി അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ 2 ബ്രെഡും കൂടി മാറ്റിയിട്ട് പിന്നെ താഴത്തെ ബ്രെഡിലും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാട്ടോ ഞാൻ നീക്കി വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തെ ബ്രെഡിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ആദ്യം മാറ്റി വെച്ചെന്നാണല്ലേ ബ്രെഡ്, അതങ്ങ് ആ സ്ലൈസ് ബ്രെഡ് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മാറ്റുക. 2 ബ്രെഡും കൂടി മാറ്റി വെച്ചിട്ട് പിന്നെ താഴെ അപ്പോൾ അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ 3 ബ്രെഡും കൂടി ഒരുമിച്ച് അങ്ങ് വെച്ച് പ്രസ് ചെയ്ത് നീക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത 3 സെറ്റ് ബ്രെഡും കൂടി എടുത്തിട്ട് സൈഡൊക്കെ ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ 3 ബ്രെഡിൽക്കും ഞാനിതുപോലെ തന്നെ എഗ്ഗ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളും അതേപോലെ തന്നെ ഇതൊരു 3 എഗ്ഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ബ്രെഡിന് ധാരാളമാണ്. അപ്പം നിങ്ങളുടെ അവിടെ ഉള്ള ആൾക്കാർക്ക് അനുസരിച്ചിട്ട് എത്ര പേരുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് എഗ്ഗ് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത സെറ്റും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതൊക്കെ എൻ്റെ റെസിപ്പികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം എൻ്റെ 6 ബ്രെഡിൻ്റെ സ്ലൈസിനും എനിക്ക് കറക്റ്റായിരുന്നു ഫില്ലിങ്, ഞാൻ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.
പിന്നെ ഇതിൽ കുറേ വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ആൾക്കാരൊന്നും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാവും.